കാലങ്ങളായി നീ ബന്ധനത്തിന് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശു നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. No matter how long you have been in a bondage, Jesus is worthy to heal. കാലങ്ങളായി നിന്റെ കാലുകളെ പിശാച് ബന്ധിച്ചു വെച്ചുവെങ്കിൽ യേശു നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. For a long period of time, if your legs are being trapped in a bondage, then Jesus is willing to heal. കാലങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് പിശാച് വേട്ടയാടുന്നുവെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. If you are being hunted by the devil in your family, then Jesus is willing to do a miracle, a deliverance in your family. Praise the Lord. ദൈവത്തിന്റെ നല്ല നാമം മഹിമപ്പെടുമാറാകട്ടെ. ഷാലോം മന്നയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Praise the Lord. Glory to the name of God. We welcome all of you to Shalom Manna. ഇന്ന് വീണ്ടും ദൈവം നമുക്ക് ഒരു അനുഗ്രഹം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. Today God is desiring to give us some blessings in our life. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം വേർതിരിച്ചിട്ടുണ്ട്. God has separated some blessing for us. ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കാതോർക്കണം. We should give our attention for that blessing. കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ് ദൈവം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത്. When we are ready to receive the blessings, then God is more willing to give his blessings to us. വെറും നാം ഒരു ശ്രോതാക്കളല്ല, ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ ചിലത് പ്രാപിക്കാൻ വന്നവരായി നാം ഇരിക്കണം. We are just not viewers, rather we have to be in such a condition that we need to receive something. ആകയാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that Holy Spirit will bless you tonight. ഇന്നേ ദിവസം കർത്താവിന്റെ വചനത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. Let us listen to the word of God. വിശുദ്ധ വേദപുസ്തകം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 6-ാം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. The Gospels of John chapter 5 verse 6 says that ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. It is written that when Jesus saw him lying and knew that he had been now a long time in that case, he said unto him, wouldest thou be made whole? 38 വർഷക്കാലമായി ഒരു ഉത്സവങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയാണ്ട് ഒരു മുടന്തനായ രോഗി ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടന്ന് സൗഖ്യപ്പെടുന്നതാണ് ഇതിവൃത്തം. Here it says about a person who has been suffering with his sickness for around 38 years. യേശു കർത്താവിന്റെ അടുക്കൽ പോകുന്നവർക്ക് മാത്രമല്ല സൗഖ്യം, ചിലരെ യേശു അവരുടെ അടുക്കൽ പോയി സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ്. The healing is not only given to those people who come near to Jesus, but rather sometimes Jesus goes near to those sick people to give the healing. അവൻ യേശുവിന്റെ അടുക്കൽ നടന്നു പോകുവാനായി അവന്റെ കാലുകൾക്ക് സ്വാധീനമില്ല. That person was not able to go near to Jesus as his legs were not very strong. പക്ഷെ അന്നത്തെ അവരുടെ വിശ്വാസം അനുസരിച്ച് ബെഥസ്ദാ കുളത്തിനകത്ത് ഒരു ദൈവദൂതൻ പ്രത്യേക ചില സമയത്ത് ഇറങ്ങി കലക്കും. ആദ്യം ഇറങ്ങി ചാടുന്ന വ്യക്തിക്ക് സൗഖ്യം, അത് പ്രതീക്ഷിച്ച് അവൻ കിടക്കുകയായിരുന്നു. According to their belief, during that period, an angel will come to that pool named Bethesda and he will stir up the pool. At that time, if any person get into that pool, then he will be or she will be healed. അത് വിശ്വസിച്ചുകൊണ്ട് അവൻ ഓരോ ദിവസവും ദൈവദൂതൻ വരുന്ന വരവും കാത്ത് കിടക്കുകയായിരുന്നു. By believing to this fact, that person was waiting for an angel to come to stir the pool. ഒരു വ്യവസ്ഥയുണ്ട്, ആദ്യം ഇറങ്ങി ചാടുന്നവനെ സൗഖ്യം കിട്ടത്തുള്ളൂ. There was a deal that the person who get into that pool at the first time will only get healed. പലയാവർത്തി ഇവന് മുമ്പ് ആരൊക്കെയോ ഇറങ്ങി ചാടുന്നു, സൗഖ്യം പ്രാപിക്കുന്നു, അവർ പോകുന്നു. In different days, different times, different people are getting into the pool and they are getting healed, but he is not. എല്ലാം ഇവനൊരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുന്നു, ഇവൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. Every time he just stays as a viewer and he has been trying, but he was not able to achieve it. ഒരുപക്ഷെ നിങ്ങളിൽ ആരൊക്കെയോ അപ്രകാരമാണെന്ന് ഞാനൊന്ന് ചിന്തിച്ചോട്ടെ.
Let me think that some of you are also in such a stage. ആരൊക്കെയോ സുഖപ്പെടുന്നു നിങ്ങൾ കാണുകയാണ്. You are viewing somebody is getting healed. ആരൊക്കെയോ അനുഗ്രഹം പ്രാപിക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണ്. You are hearing that somebody is getting healed. ആരൊക്കെയോ അവരുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുന്ന അനുഭവ സാക്ഷ്യത്തെ നിങ്ങൾ മനസ്സിലാക്കി. You are knowing about many testimonies that somebody is getting healed. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ സൗഖ്യം തടസ്സപ്പെട്ടിരിക്കുകയാണ്. But still your healing is in a pending position. നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിന് ഇതുവരെയും നിങ്ങൾക്കൊരു വിടുതൽ കടന്നു വരുന്നില്ല. You are not getting a deliverance in the place where you are desiring to get it. നിങ്ങളുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഞാൻ ഒരുപാട് സൗഖ്യം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പക്ഷേ എന്ന് എനിക്ക് സൗഖ്യം കിട്ടും. You are also facing the same problem that you are hearing, you are listening, you are watching different types of healing around you, but you are not able to get it. അതേ അനുഭവത്തിൽ തന്നെയാണ് ഒരു വ്യക്തി സൗഖ്യം അവൻ കാണുന്നു, പക്ഷേ അവൻ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. Here a person is also in the same condition that he always sees people getting healed, but he is not able to achieve a healing in his life. അവനൊരു പ്രത്യേകതയുണ്ട്. അതെ, ഒന്നിലധികമോ പ്രാവശ്യം അവൻ ശ്രമിച്ചിട്ട് നടക്കാതെ അവൻ പിന്തിരിഞ്ഞു പോയില്ല. There was a distinctive feature in his life that when he tried one or two times, he didn't stay away or he didn't give up. വേണമെങ്കിൽ അവൻ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, എനിക്ക് ഈ കുളത്തിൽ നിന്ന് ദൂതൻ സൗഖ്യം തരത്തില്ല, ഞാനിവിടെ കിടന്നിട്ട് കാര്യമില്ല, തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന്. He could have think that I will not get any healing from this pool, from this angel, so there is no meaning to stay in this pool. പക്ഷേ അവൻ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി അവിടെ തന്നെ കാത്തുകിടന്നു. But in the basement of faith, he continued to stay near that pool. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 38 വർഷക്കാലം ആ കുളത്തിന്റെ കരയിൽ അവൻ കിടക്കുകയാണ്. It was not 1 or 2 days, he has been staying in that pool for 38 years. ഒരു വിഷയത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യായുസ് മുഴുവനും ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തുകിടക്കുന്ന ഒരു ഭക്തനാണവൻ. He was a devotee who was waiting for a long years to get something from God. ഒരു സാധാരണ മനുഷ്യന് അത്രത്തോളം കാത്തുകിടക്കാനുള്ള മനസ്സ് വരാറില്ല. An ordinary person will not give us such a mind or will not prepare his mind to stay for a long time. അവന് വ്യക്തമായി അറിയാമായിരുന്നു, ഞാൻ വിശ്വസിച്ച് കാത്തിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും. He was sure that if he was faithful and he continued to stay near that pool, he will be healed. എൻ്റെ സ്ഥിതിഗതികൾക്ക് ദൈവം എന്നായാലും ഒരു മാറ്റം വരുത്തും. He believed that God will change my situations anytime. എന്നെ തേടി എൻ്റെ യേശു എൻ്റെ അടുക്കൽ വരും. Jesus will search for me and will come to me anytime. അവനറിയാം, ഞാൻ ഈ സ്ഥലത്തിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറിയാൽ യേശു എൻ്റെ അടുക്കൽ വരത്തില്ല. He knew that if he shift away the place that he has been located, then he will not see Jesus. അവൻ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. He had faith to Jesus. യേശു അവനെ തേടി കുളക്കരയിലെത്തി. Jesus came to the pool in search of this man. ബൈബിൾ നമ്മൾ വായിച്ചത് അവൻ കിടക്കുന്നത് യേശു കണ്ടു. In Bible we read that when Jesus saw him lying. യേശു കണ്ടു എങ്കിൽ അത്ഭുതം തന്നെ. If Jesus sees, then there is a healing. അവൻ ആരെയൊക്കെ എവിടെ വെച്ചൊക്കെ കണ്ടോ അവർക്കെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു. All those people who met Jesus saw a miracle. യേശു ആരെ കണ്ടാലും അവിടെ അത്ഭുതം നടക്കും. Who were people to whom Jesus met, they are also established some miracles. യേശു എത്ര വിദൂരത്തിലാണ് എങ്കിലും അങ്ങകലെ കിടക്കുന്ന ഒരുവന്റെ വിഷയത്തെ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയും. No matter how distant place Jesus is, but Jesus can know the problem. 38 വർഷക്കാലമായി ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന വ്യക്തിയെ യേശു ആദ്യം ഹൃദയം കൊണ്ട് കണ്ടു, പിന്നത്തിൽ കണ്ണുകൊണ്ട് കണ്ടു. Jesus saw that person who has been staying in the pool for 38 years in his heart at the initial stage. Then he saw with his naked eyes. അവന്റെ ഹൃദയം കൊണ്ട് കണ്ടു. അപ്പോൾ തന്നെ അവൻ നേരിട്ട് ബെഥസ്ദാ കുളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു.
He saw him in his heart. At that time itself, he decided to go to the pool of Bethesda. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഉത്സവത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഉത്സവത്തിലേക്കായിരുന്നു. At that time, every people's concentration or attention was towards the festival of Jews. എല്ലാവരും ആ ഉത്സവത്തിൻ്റെതായിട്ടുള്ള സന്തോഷം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന സമയം. Everybody were celebrating with the happiness of that festival. പക്ഷെ അവരുടെ സന്തോഷത്തിൽ ഇവന് മാത്രം പങ്കെടുക്കുവാൻ കഴിയുന്നില്ല. But he was not able to participate in that celebration. അവൻ വളരെ നിരാശയോടെ അവിടെ കിടക്കുകയായിരുന്നു. And he has been very frustrated. യേശു അവന്റെ അടുക്കലേക്ക് ചെന്നു. Jesus came to him. യേശു അവനെ കണ്ടു. Jesus saw him. യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? Jesus asked him if you are willing to get അവൻ healed. ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ തന്നെ കുളത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മുമ്പേ മറ്റാരൊക്കെയോ സൗഖ്യം പ്രാപിക്കുന്നു. The person replied that I am willing to get healed, but the case is that when I go near to the pool, somebody is getting into the pool before me. ഞാൻ പല ആവർത്തി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. I have been trying for a lot of time, but I am not able to do it. യേശു പറഞ്ഞു, നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന്. Jesus asked him to take his bed and walk. അവന് നടക്കാൻ വിശ്വാസമുണ്ടായിരുന്നു. That he had a belief, faith. അവന്റെ He had a കിടക്ക faith to take his bed and walk. അവന്റെ കിടക്ക എടുക്കാൻ അവന് മനസ്സുണ്ടായിരുന്നു. He had a faith to take his bed. അവൻ മുടന്തൻ ചാടി എഴുന്നേറ്റു. He raised up. അവന്റെ കിടക്ക എടുത്തു. He took his bed. അവൻ ഓടാൻ തുടങ്ങി. He started to run. ജീവിതത്തിൽ ആദ്യമായി ഓടുകയാണ്. He is running for the first time. ഓടിയിട്ടും അവൻ തളരുന്നില്ല. He has not been experiencing any tiredness by running and running. അവൻ അത്രത്തോളം ഓടാൻ ആഗ്രഹമുണ്ടായിരുന്നു. He had a great desire to run. അവൻ സന്തോഷത്തോടെ നടക്കുകയാണ്. And now he is walking with happiness. നടന്നിട്ടും മതി വരുന്നില്ല. He is not getting satisfaction by walking അതിനൊരു and walking. പ്രത്യേകതയുണ്ട്. നടക്കുവാനുള്ള അതിയായ ആഗ്രഹം അവനുണ്ട്. There is a speciality, that is he was very desire to walk. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു അന്ന്. That day was the best day of happiness in his life. ഒരു ഡോക്ടേഴ്സിനും ചെയ്യുവാൻ കഴിയാത്ത വലിയൊരു കാര്യം യേശു എനിക്കായി ചെയ്തു. Jesus did something that no doctors could do. 38 വർഷക്കാലമായി ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും എനിക്ക് കിട്ടാത്തത് യേശു എനിക്ക് തന്നു. For 38 years I have been following some rituals and practices, but Jesus gave me something beyond that. അവൻ യേശുവിനെ മഹത്വപ്പെടുത്തി. He praised Jesus. യേശു അവന് സൗഖ്യം കൊടുത്തു. Jesus gave him healing. ആ സൗഖ്യം വളരെ വലുതായിരുന്നു. And that healing was great. ആ സൗഖ്യം കണ്ടു നിന്നവരും കേട്ടു നിന്നവരും അംഗീകരിച്ചില്ല. That healing was not approved by the people who were watching and hearing. അവൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നത് കണ്ടു നിന്നവർക്ക് സന്തോഷിക്കുവാൻ കഴിഞ്ഞില്ല. The people who were watching this man glorifying God couldn't give praise, and they were not happy. ഏതൊരു ദൈവപ്രവൃത്തി എവിടെ നടക്കുന്നോ ക്രിട്ടിസൈസ് ചെയ്യാൻ കുറെ ആൾക്കാർ അവിടെ കാണും. Wherever there is a work of God, there will be some people to criticize. അതിന്റെ 10-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, എന്നാൽ അന്ന് ശബത്തായിരുന്നു, ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. In the 10th verse it says that, so the Jews said unto him that was cured, it is the Sabbath, and is not lawful for thee to take up thy bed. ദൈവമക്കളെ, നിങ്ങൾക്ക് യേശു ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിരിക്കും. Dear children of God, when you get a healing from God, there will be a lot of people to അവർക്കൊരു criticize സൗഖ്യം നിനക്ക് you. തരുവാനായിട്ട് കഴിയത്തില്ല, പക്ഷെ അവർ നിന്നെ വിമർശിക്കും. They cannot give a healing to you, but they will criticize you. ആകയാൽ അവർക്ക് ഒരുവന്റെ രക്ഷയോ സൗഖ്യമോ അല്ല വലുത്, അവർക്ക് ആചാര അനുഷ്ഠാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
Therefore, they are not bothered about the healing or a miracle in a person. Rather than that, they are more bothered about the rituals and practices. അന്ന് പുറത്തുള്ളവരല്ല വിമർശിക്കപ്പെട്ടത്, യഹൂദന്മാർ തന്നെയാണ്. അവർ ശബത്തിന്റെ പേരില്, ആരാധനയുടെ പേരില്, പ്രാർത്ഥനയുടെ പേരില്, കൂട്ടായ്മയുടെ പേരില് സൗഖ്യം പ്രാപിച്ചവരെ വിമർശിക്കുവാൻ തുടങ്ങി. That time the criticizing was not done by any Gentiles, it was done by the Jews itself. They started to say that this healing should not be happened in this Sabbath. കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാത്രം മതി, പക്ഷെ അവർക്ക് യേശുവിനെ വേണ്ട. They just need some rituals and practices, they don't need Jesus. നമ്മുടെ യേശു യാഗത്തിലല്ല, കരുണയിലത്രേ പ്രസാദിക്കുന്നത്. Jesus is not impressed by the sacrifice, he impressed through the mercy. യേശു കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. Jesus is a God who shows mercy to us. പക്ഷെ മനുഷ്യൻ നമ്മോട് കരുണ കാണിക്കത്തില്ല. But people will not show mercy to us. അവൻ നിങ്ങളെ ആക്ഷേപിക്കും. They will tease us. യേശുവിൽ നിന്നൊരു സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളെ വിമർശിക്കും. They will criticize you that Jesus gave you a healing. യേശുവിന്റെ അടുക്കൽ പോയി എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കും. They will start to make fun of you when they hear that you went to Jesus. നിങ്ങളുടെ ആരാധനയും കൂട്ടായ്മയും ഒക്കെ ചോദ്യം ചെയ്യും. And they will question your worshiping and your fellowship. സഹോദരങ്ങളെ, നിങ്ങൾ തളർന്നു പോകരുത്. The children of God, don't get tired. യേശുവിന്റെ കാലം മുതൽ തന്നെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തുവെങ്കിൽ അതിന്റെ പിന്നാലെ വിമർശനങ്ങളും വന്നിട്ടുണ്ട്. At the time of Jesus also there were many healings, at the same time there were some criticisms. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ യേശുവിൽ നിന്നൊരു അനുഗ്രഹമാണ് എങ്കിൽ ചോദ്യം ചെയ്യുവാനും കുറ്റം പറയുവാനും കുറേ പേരുണ്ടായിരിക്കും. In the same way, if you are desiring to get a healing, there will be some people to criticize you. യേശു കർത്താവ് നിങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങൾ ആരെങ്കിലും വിമർശിച്ചെന്ന് വെച്ച് അത് ഉപേക്ഷിക്കേണ്ടതല്ല. The healing and miracles given by Jesus in your life is not a thing to take it back or to put it somewhere else by hearing to some criticism. അത് നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ ഇടയാക്കരുത്. Don't let it to get lost. യേശുവിനെ നിങ്ങൾ അനുഗമിക്കണം. You should follow Jesus. യേശുവിനെ നിങ്ങൾ പിൻപറ്റണം. You should follow Jesus. യേശുവിനെ നിങ്ങൾ അനുസരിക്കണം. You should obey Jesus. യേശുവിന് അതാണ് ഇഷ്ടം. That is what Jesus likes. 38 വർഷക്കാലമായി അവൻ വിചാരിച്ചിട്ട് നടക്കാത്തത് യേശു അവന് സഫലീകരിച്ചു കൊടുത്തു. The person who has been trying for 13 years, what he couldn't get, now Jesus could give him. അവൻ കിടക്ക എടുക്കാൻ പറഞ്ഞ സമയത്ത് അവൻ അനുസരണത്തോടെ കിടക്ക എടുത്തു. When he told him to take his bed, he was very obedient to take his കർത്താവേ, bed. ഇന്ന് ശബത്താണ്, ഞാൻ എടുക്കത്തില്ല എന്ന് അവൻ തിരികെ പറയാൻ തുടങ്ങിയില്ല. Oh my Lord, it is Shabbat, so I will not take. He didn't say like that. അതൊന്നും വിഷയമില്ല, യേശു എന്നോട് പറയുന്നത് ഞാൻ ചെയ്യും. It was not a matter, whatever Jesus will tell, I will do it. മനുഷ്യൻ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എനിക്കതൊരു വിഷയമല്ല. It is not a matter for me whatever people say. യേശു പറയുന്നുവെങ്കിൽ അതിൽ കാര്യമുണ്ട്. If Jesus says something, there is something in ഈ it. ക്രിട്ടിസൈസ് ചെയ്യുന്ന മനുഷ്യനെ രക്ഷിക്കത്തില്ല. The people who are criticizing me will not give me any healing. അവരെന്നെ സഹായിക്കത്തില്ല. They will not help me. എന്റെ ആപത്ത് ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ യേശുവുണ്ട്. അതുകൊണ്ട് ഈ ശബത്തിൽ ഞാൻ കിടക്കയെടുക്കാൻ റെഡിയാണ്. Jesus is there to help me in my dangerous situation, so I am willing to take my bed in this Sabbath. 12-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവർ അവനോട് കിടക്കയെടുത്ത് നടക്കായെന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. In the 12th verse, they asked him, who is the man that said unto thee, take thy bed and walk? Jesus said. യേശു മാറിക്കളഞ്ഞു. Jesus went. ആകയാലട്ടെ നിങ്ങളോട് വിമർശിക്കുവാൻ ഞാൻ ആളല്ല. I am not a person to hear your criticisms. നിങ്ങൾ ഒരു സൈഡ് വിമർശിക്കും, ഞാൻ ഒരു സൈഡിൽ അത്ഭുതം ചെയ്യും. You people criticize on a side, I will do my work in another side. യേശു കുളക്കരയിൽ വന്നു, താൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ചെയ്തു, കടന്നുപോയി, ആരോടും സംസാരിക്കാൻ നിന്നില്ല. Jesus came to the banks of the pool and he did what he was desired to do, and he went without bothering about any people saying നിങ്ങൾ ഒരു സൈഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഒരു സൈഡിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കും. You people speak, you people say something, I will do my work in another side. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, യേശു നിന്റെ കിടക്ക എടുത്ത് നിന്നെ രക്ഷിക്കുവാൻ ശക്തനാണ്. Dear loving people who are hearing us tonight, Jesus is powerful to heal. കാലങ്ങളായി നീ ബന്ധനത്തിന് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും യേശു നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
No matter how long you have been in a bondage, Jesus is worthy to heal. കാലങ്ങളായി നിന്റെ കാലുകളെ പിശാച് ബന്ധിച്ചു വെച്ചുവെങ്കിൽ യേശു നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. For a long period of time, if your legs are being trapped in a bondage, then Jesus is willing to heal. കാലങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് പിശാച് വേട്ടയാടുന്നുവെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. If you are being hunted by the devil in your family, then Jesus is willing to do a miracle, a deliverance in your family. ഇന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയുമെങ്കിൽ യേശു വലുത് ചെയ്യാം. If you can take a decision tonight, then Jesus can do something for you. യേശുവിനെ ചിലത് ചെയ്യുവാനുണ്ട്. Jesus has something to do in your life. യേശുവിനെ നിന്നെ സഹായിക്കാൻ കഴിയും. He can help you. യേശുവിനെ നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. Jesus can heal you. നിങ്ങളിലേക്ക് ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുകയാണ്. Tonight, the God's grace, God's deliverance is sharing to you. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക, നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുക. Only one thing that you need to do is just stick on to Jesus. യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. Just believe that Jesus is going to heal. നിന്റെ പാപത്തെ യേശുവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. Just confess your sins and pray to him. നിന്റെ ബലഹീനതകളെ കർത്താവിന്റെ സന്നിധിയിൽ ആണ്ടിയറവ് പറയുക. Give your weakness to God and pray to him. നീ ഒരു മാനസാന്തരപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ മാനസാന്തരം തീരുമാനമെടുക്കുക. Are you a person you are not repented? Tonight take a repentance in your life. ഇന്നിന്റെ മാനസാന്തരത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. If you are willing to repent, then God's great work is going to be established in your life. നിന്റെ ഭവനത്തിനകത്തേക്ക് ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. God's presence is sharing into your house. യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. God's miracles are being established in some children in your home. വെട്ടിക്കളയേണ്ടതിനെ കർത്താവ് ഇപ്പോൾ വെട്ടി മാറ്റുകയാണ്. God is cutting away some branches which are not needed in your life. യോജിപ്പിക്കേണ്ടതിനെ കർത്താവ് യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. God is joining something that is needed in your life. പണിയേണ്ടതിനെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. God is building something that has to be built. സൗഖ്യമാക്കേണ്ടതിനെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. God is healing something which has to be healed. എല്ലാ കണ്ണുകളും അടയട്ടെ. Let us close our eyes. യേശുവിന്റെ മഹിമ വ്യാപരിക്കുന്നു. God's glory. യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ പ്രാപിച്ചെടുക്കുക. Receive the power of യേശു നിന്നെ Jesus. വിടുവിക്കുകയാണ്. Jesus is delivering യേശു you. നിന്നെ സൗഖ്യമാക്കുന്നു. Jesus is healing you. യേശു നിന്നെ അനുഗ്രഹിക്കുന്നു. Jesus is blessing you. യേശു നിന്റെ ബന്ധനങ്ങളെ തകർക്കുന്നു. Jesus is breaking your bondages. നിനക്ക് വിപരീതമായിട്ടുള്ള ആയുധങ്ങളെ യേശു തകർക്കുകയാണ്. Jesus is breaking some weapons യേശു നിന്റെ against you. സാമ്പത്തിക തകർച്ചകളെ മാറ്റുകയാണ്. Jesus is taking away all economic problems in your life. യേശു നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം നൽകുകയാണ്. Jesus is giving peace to your യേശു life. നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുകയാണ്. Jesus is blessing your education of your നിന്റെ children. കുടുംബത്തിനകത്തുള്ള ഭിന്നതകളെ യേശു മാറ്റുകയാണ്. God is removing every problems in your family. സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let us give ourselves and pray to him. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഈ ജനത്തിനു വേണ്ടി ഇടവിൽക്കുവാൻ സ്വർഗമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഇവരെ അലട്ടുന്ന സകല ദോഷങ്ങളെ, തടസ്സങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിബന്ധങ്ങളെല്ലാം ഞങ്ങൾ ശാസിക്കുകയാണ്. ഇപ്പോൾ കുടുംബങ്ങൾക്കകത്ത് രോഗശാന്തി വ്യാപരിക്കുന്നതിനായി, വലിയ വിടുതൽ വ്യാപരിക്കുന്നതിനായി, വലിയ അനുഗ്രഹങ്ങൾ വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് ബലത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ നിന്റെ കുഞ്ഞുങ്ങൾ കാണപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി വെല്ലുവിളിക്കുന്ന അന്ധകാര വ്യാപാരങ്ങളെ ശാസിക്കുകയാണ്, പ്രതിബന്ധങ്ങളെ ശാസിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, our heavenly Father, we thank you for giving us a great night tonight to listen to your word and receive something from your power, Jesus. Lord, we glorify and praise your name for a healing that has to be transformed to different families, different people, Jesus. We believe that with this word we are going to be healed. With this word somebody is going to be experience the deliverance of Jesus. We believe in you, Jesus. Lord, അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്.
ക്രൂശിൻ്റെ മറവിലങ്ങ് സംരക്ഷിക്കണമേ. നിന്റെ നാമത്തിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും.